സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ തൃശൂരിൽ ആഹ്ലാദ പ്രകടനവുമായി ബി.ജെ.പി. പ്രവർത്തകർ. തൃശൂരിന്റെ വികസന നായകനായി സുരേഷ് ഗോപി വിജയിക്കുമെന്നും എല്ലാ മേഖലയിലും ഇന്നു മുതൽ പ്രവർത്തനം ശക്തമാക്കുമെന്നും ബി.ജെ.പി. ജില്ലാ നേതൃത്വം വ്യക്തമാക്കി. തൃശൂരിൽ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ ബി.ജെ.പി. പ്രവർത്തകരുടെ ആഹ്ലാദ പ്രകടനമാണ്. നിരവധി പേരാണ് ഇപ്പോൾ ബി.ജെ.പി. ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിലെത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇവിടെ ബി.ജെ.പി. ജില്ലാ അധ്യക്ഷനായിട്ടുള്ള അഡ്വക്കേറ്റ് കെ ഹരീഷ് കുമാർ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. എങ്ങനെയുണ്ട് ഇപ്രാവശ്യം ഈ സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിക്കുകയാണ്? ഇനി മുതൽ എങ്ങനെയായിരിക്കും ജില്ലയിലെ പ്രവർത്തനങ്ങൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്? ഞങ്ങൾ ഇന്ന് ഈ നിമിഷം മുതൽ സുരേഷ് ഗോപിയെ ജയിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ്. ഞങ്ങൾ വളരെ ആകാംക്ഷാപൂർവ്വം സന്തോഷപൂർവ്വം കാത്തിരുന്നിട്ടുള്ള പ്രഖ്യാപനമാണ് ഇന്ന് വന്നെത്തിയിട്ടുള്ളത്. ശ്രീമാൻ നരേന്ദ്രമോദിക്കൊപ്പം അമിത്ഷായ്ക്കൊപ്പം ഫസ്റ്റ് ലിസ്റ്റിൽ തന്നെ തൃശ്ശൂർ ഇടം പിടിച്ചു, സുരേഷ് ഗോപിയെ പ്രഖ്യാപിച്ചു എന്നുള്ളത് ഞങ്ങൾക്ക് ഇരട്ടി ഊർജ്ജം നൽകുന്ന ഒരു പ്രഖ്യാപനമാണ്. കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് സംഭവിച്ചത് ഏറ്റവും അവസാനമാണ് പ്രഖ്യാപിച്ചത്, വേണ്ടത്ര സമയം കിട്ടിയില്ല. ഇത്തവണ വളരെ നേരത്തെ തന്നെ ഞങ്ങൾ പ്രചരണം ആരംഭിക്കുകയാണ്. തൃശ്ശൂരിൽ ഇടതു വലത് മുന്നണികളുടെ ദുർഭരണത്തിന്റെ കാർമേഘം നീങ്ങി ഉദയസൂര്യനെ പോലെ വികസന സൂര്യനായി സുരേഷ് ഗോപി ഇന്നു മുതൽ തൃശ്ശൂരിൽ ഉദിച്ചുയരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഇത്തവണ സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിക്കും. സുരേഷ് ഗോപി തന്റെ മുന്നിൽ വരുന്ന ഒരാളോടും ജാതിയോ മതമോ വർഗമോ വർണ്ണമോ നോക്കാറില്ല. ഇത്തവണ വോട്ട് ചെയ്യുന്ന സമയത്തും തൃശ്ശൂരിലെ ജനങ്ങള് ജാതിയും മതവും വർഗവും വർണ്ണവും നോക്കാതെ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്ത് വൻ ഭൂരിപക്ഷത്തോടുകൂടി തൃശ്ശൂരിൽ നിന്ന് ജയിക്കും. നരേന്ദ്രമോദിജിയുടെ കേരള വികസനം എന്ന ഗ്യാരണ്ടി കേരളത്തിൽ നടപ്പാവാൻ പോകുന്നത് സുരേഷ് ഗോപിയിൽ കൂടിയായിരിക്കും. യാതൊരു സംശയവും ആ കാര്യത്തിലില്ല. തീർച്ചയായും വളരെ ആവേശത്തിൽ തന്നെയാണ്, വളരെയധികം ആവേശത്തിൽ തന്നെയാണ് ഓരോ പ്രവർത്തകരും ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ഇറങ്ങിയിരിക്കുകയാണ്. എന്തായിരിക്കും ഇപ്രാവശ്യം ജനങ്ങളോട് പറയാനുള്ളത്? അവർക്കറിയാലോ ഇപ്രാവശ്യം ഇത്രയും നാൾ അനുഭവിച്ചത് എന്താന്ന്. നമ്മൾ ഓരോരുത്തർ ജയിച്ചു വന്നിട്ട് അത് വെച്ചുമ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അവരടുത്ത് അവർക്ക് വികസനമല്ലേ വേണ്ടത്. അല്ല, തൃശ്ശൂരിന് ബില്ലുകൾ കയറിയെറിയാനും ലോകസഭയിൽ പോയി കൂവാനുമുള്ള ഒരു MP അല്ല ആവശ്യം. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുമായി നേരിട്ടടുപ്പമുള്ള ഏത് ഫണ്ടും എത്ര വലിയ പ്രൊജക്റ്റും ഈ തൃശ്ശൂർ മണ്ഡലത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു വികസന നായകനെയാണ് തൃശ്ശൂരിന് ആവശ്യം. തീർച്ചയായും ഇപ്രാവശ്യം സുരേഷ് ഗോപിയിലൂടെ അത് സാർത്ഥകമാകുമെന്ന് തന്നെയാണ് നമ്മൾ എല്ലാവരും, തൃശ്ശൂരിലെ എല്ലാ ജനങ്ങളും വിശ്വസിക്കുന്നത്. തീർച്ചയായും ജനങ്ങളൊക്കെ തന്നെ വളരെയധികം ആത്മവിശ്വാസത്തോടു കൂടിയാണ് സുരേഷ് ഗോപിക്ക് വേണ്ടി ഇന്നു മുതൽ പ്രചരണം ആരംഭിക്കുകയാണ്. തൃശ്ശൂരിൽ നിന്നും M. മനോജ്, ജനം, തൃശ്ശൂർ.